ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂഡൽഹിയിലെത്തി. പാലം വ്യോമതാവളത്തിലെത്തിയ അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. ശീതകാല സമ്മേളനത്തിന്റെ 4ാം ദിവസമായ ഇന്ന് നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സിഗരറ്റ്, ഹുക്ക, പുകയില തുടങ്ങി വിവിധ പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയും സെസ്സും വർദ്ധിപ്പിക്കാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ആരോഗ്യ സുരക്ഷ ദേശീയ സുരക്ഷാ സെസ് ബിൽ 2025 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അവശ്യവസ്തുക്കളിൽ സെസ് ചുമത്തില്ലെന്നും ആരോഗ്യത്തിന് ദോഷകരമായ പാൻ മസാല പോലുള്ളവയ്ക്ക് മാത്രമേ സെസ് ചുമത്തൂവെന്ന് ബില്ല് അവതരിപ്പിച്ച് ധനമന്ത്രി വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. ജോലി സമ്മർദ്ദം കാരണം ചില BLOമാർ മരിക്കാനിടയായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി നടൻ വിജയിയുടെ TVK പാർട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. BLOമാരുടെ ജോലിഭാരം കുറയ്ക്കാൻ അധിക ജീവനക്കാരെ നിയോഗിക്കണമെന്ന് സുപ്രീംകോടതി സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6 മണിവരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,61,55,000 അടുക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 93.91%. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അന്തിമ റാൻഡമൈസേഷൻ പൂർത്തിയായി. ചൊവ്വാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 2ാം ഘട്ടം ഈ മാസം 11-ന് നടക്കും. 13-നാണ് വോട്ടെണ്ണൽ. ബാലവിവാഹ മുക്ത ഭാരതം പദ്ധതിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്ത് പ്രത്യേക ക്യാമ്പയിന് തുടക്കമായി. 2030ഓടെ ശൈശവ വിവാഹം ഇല്ലാതാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ന്യൂഡൽഹിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യവേ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. രാജ്യത്ത് ചീറ്റപ്പുലികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് അങ്ങേയറ്റം പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ചീറ്റകളെക്കുറിച്ചുള്ള പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ ലേഖനം സമൂഹമാധ്യമങ്ങളിൽ പങ്കിടുകയായിരുന്നു അദ്ദേഹം. 2025-26 ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് ഫിച്ച് റേറ്റിംഗ്സ് റിപ്പോർട്ട്. 6.9% വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രവചനം. ശക്തമായ സ്വകാര്യ ഉപഭോഗവും സമീപകാല നികുതി പരിഷ്കാരങ്ങളുടെ സ്വാധീനവും GDP വളർച്ചാ നിരക്കിനെ സ്വാധീനിച്ചതായി ആഗോള റേറ്റിംഗ് ഏജൻസി അറിയിച്ചു. ഡിജി ലോക്കർ പ്ലാറ്റ്ഫോമിൽ ഇനി മുതൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ റെക്കോർഡ് ലഭ്യമാകും. പേപ്പർ രഹിത സേവന വിതരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് വാർത്താവിനിമയ മന്ത്രാലയമാണ് ഇത് ഒരുക്കിയത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. AICC അനുമതിയോടെയാണ് നടപടി. തിരുവനന്തപുരം തോന്നയ്ക്കൽ GHSSലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വിനോദയാത്രാ ബസ് പാലാ തൊടുപുഴ റൂട്ടിൽ അപകടത്തിൽപ്പെട്ട സംഭവം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിനോദയാത്ര സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്കൂൾ അധികൃതർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാർത്തിക ദീപപ്രഭയിലും കർപ്പൂര ഗന്ധത്തിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി ശബരിമല സന്നിധാനവും പരിസര പ്രദേശങ്ങളും. ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് തിടപ്പള്ളിയിൽ കാർത്തിക ദീപം തെളിച്ചതോടെ സന്നിധാനത്തെ എല്ലാ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലും ദീപങ്ങൾ തെളിച്ചു. തുടർന്ന് മാളികപ്പുറത്ത് വിശേഷാൽ ദീപാരാധന നടത്തുകയും ചെയ്തു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ 19ാം ദിവസമായ ഇന്ന് വൈകുന്നേരം 7 മണിവരെ സന്നിധാനത്തെത്തിയത് 59,053 അയ്യപ്പ ഭക്തരാണ്. റോഡ് വികസനത്തിന്റെ ഭാഗമായി ദേശീയപാത 766-ൽ താമരശ്ശേരി ചുരത്തിലെ 8ാം വളവിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതിനാൽ നാളെ മുതൽ ചുരം വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണിവരെ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ചുരം വഴി കടത്തിവിടില്ല. ഇവ നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ തിരിച്ചുവിടും. ചെറുവാഹനങ്ങൾ ഇടവിട്ട സമയങ്ങളിൽ മാത്രമേ ചുരം വഴി കടത്തിവിടൂവെന്നും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.